വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. ഫസ്റ്റ് പാർട്ട് രചിച്ച സംവിധായകൻ കൂടിയായ വിപിൻ ദാസ് തന്നെയാണ് ഈ ഭാഗവും രചിച്ചിട്ടുള്ളത്. ആദ്യ പാർട്ട് ആനന്ദ് മേനോൻ ആയിരുന്നു സംവിധായകൻ. പക്ഷെ സംവിധായകൻ മാറിയിട്ടുണ്ട് ഇത്തവണ. സവിൻ എസ് ആണ് ഈ രണ്ടാം ഭാഗത്തിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഹാഷിർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയ്, വിനായക്, ദേവരാജ്, ബിജുക്കുട്ടൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ആദ്യ സിനിമയിൽ തന്നെ ഇടയ്ക്കും ക്ലൈമാക്സിലും ഒക്കെ കാണിക്കുന്ന രണ്ടാമതൊരു ഗ്രൂപ്പിന്റെ കഥയാണ് ഇത്തവണ പറയുന്നത്. ഹാഷിർ, അലൻ, അജിൻ, വിനായക് എന്നീ കൂട്ടുകാരുടേത്. ഇവരുടെ സ്കൂൾ കാലഘട്ടത്തിലും തുടർന്ന് അവരുടെ ലൈഫിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തമാശകളും ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നൈസ് പടമാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു സിനിമ തോന്നിയത്. എനിക്ക് അങ്ങനെ തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷ വെക്കാതെ പോയി കണ്ടതുകൊണ്ടാവാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു പടം നമുക്ക് തിരിച്ചു തരുമ്പോഴുള്ള ഒരു ഫീൽ, ആ ഒരു സന്തോഷം, ഒരു സംതൃപ്തിയും എനിക്ക് ഈ സിനിമയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ ഈ രണ്ട് സിനിമയാണെങ്കിലും തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും, അതായത് കുറെ കുട്ടികളുടെ ഒക്കെ ഇടയിൽ ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ ഒരു ഓളത്തിൽ കാണുമ്പോഴാണ് പടം വർക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെയായിരുന്നു. ഈ കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ജോണറിനോട് കംപ്ലീറ്റ് നീതി പുലർത്തിയ ഒരു സിനിമയായിട്ട് തോന്നി. ശരിക്കും ഇതിലെ ക്യാരക്ടേഴ്സിനൊപ്പം അവർ വളരുന്നത് എങ്ങനെ നമ്മളും കാണുകയാണ്. ചിരിക്കാനാണെങ്കിലും അത്യാവശ്യമൊക്കെ പടത്തിലുണ്ട്. പക്ഷെ അങ്ങനെ തലകുത്തി മറിഞ്ഞ് ചിരിക്കാൻ എന്നല്ല, ഉണ്ട്. ചില കോമഡികളൊക്കെ നൈസായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇത്തവണ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വെറും വാഴകളല്ല തങ്ങൾ എന്ന് തെളിയിക്കാനുള്ള കുറച്ച് പിള്ളേരുടെ ശ്രമം കൂടിയായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ഇന്റർവെൽ ഒക്കെ ആകുമ്പോഴേക്കും സബ്ജക്ട് കൊണ്ടാണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ടാണെങ്കിലും കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോഴേക്കും ക്യാരക്ടേഴ്സിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം കൊണ്ട് നല്ല രീതിയിൽ ഇമോഷണൽ ഇമ്പാക്ട് തരാനും പടത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ മേക്കിംഗ് നല്ലതാണ്. ഇതിന്റെ ഡയറക്ടർ സവിൻ ഒരു തഴക്കം വന്ന ഡയറക്ടറെ പോലെയാണ് പടം ഒരുക്കി വെച്ചിട്ടുള്ളത്. പടം നമ്മളെ ഒട്ടും മുഷിപ്പിക്കുന്നില്ല, വളരെ എൻഗേജിംഗ് ആണ്. വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥയും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് സിനിമയിലേക്ക് പെട്ടെന്ന് ഹുക്ഡ് ആകാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഇതിന്റെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് കൊള്ളാമായിരുന്നു. അഭിനയിച്ച ആൾക്കാരുടെ പെർഫോമൻസും നൈസാണ്. ഈ പെർഫോമൻസ് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇതിൽ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവരെ എല്ലാവരെയും സോഷ്യൽ മീഡിയയിലൂടെ, റീൽസിലൂടെ ഒക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ്. പക്ഷെ ഒരു സിനിമ വരുമ്പോൾ ഇവരുടെ ഷോൾഡറിൽ ഏറ്റാൻ മാത്രം ഇവർക്ക് പറ്റുമോ എന്നൊരു സംശയം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നമ്മൾ പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ ഉയർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സ്വന്തം പേര് തന്നെയാണ് ക്യാരക്ടേഴ്സിന് മിക്കവർക്കും. ഹാഷർ ആണെങ്കിൽ ഈ വാഴ ആയിട്ടുള്ള പോർഷൻസ് നൈസായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇമോഷണൽ ഭാഗങ്ങൾ എങ്ങനെയാകും എന്നുള്ളതായിരുന്നു എന്റെ ഒരു പേഴ്സണൽ ഡൗട്ട്. പക്ഷെ നീറ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ അവിടുത്തെ കരച്ചിൽ ഭാഗങ്ങൾ, അനിയനോട് ലാസ്റ്റ് സംസാരിക്കുന്നതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. വിനായക് എന്ന റോളിൽ വന്ന വിനായകും അതുപോലെ വിനായകന്റെ അച്ഛനായിട്ട് വന്ന ബിജുക്കുട്ടനും ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. കാരണം ഇവരുടെ ഒരു അച്ഛൻ മകൻ കെമിസ്ട്രി വളരെ നൈസായിരുന്നു. ഇമോഷണൽ പോർഷൻസിൽ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ അലൻ ബിൻ സിറാജും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അലൻ എന്ന ഇവരുടെ എല്ലാവരുടെയും ചങ്കായിട്ടുള്ള ഒരു കൂട്ടുകാരനായിട്ടും അതുപോലെ തന്നെ അനിയത്തിയുടെ ഇക്കയായിട്ടും, പ്രത്യേകിച്ച് അനിയത്തി ചേട്ടൻ പോർഷൻസ് നല്ലതായിരുന്നു. പിന്നെ അജിൻ ജോയിയും ചേട്ടനായിട്ട് വന്ന ദേവരാജ്, ശരിക്കും ആ ഒരു ചേട്ടൻ അനിയൻ ഫീൽ തരുന്നുണ്ടായിരുന്നു. ഞാനും എന്റെ ചേട്ടൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ആ ഒരു ഓർമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു ക്യാരക്ടേഴ്സ് കണ്ടപ്പോൾ. നൈസ് ആയിരുന്നു. പോലീസ് റോളിൽ വന്ന അൽഫോൻസ് പുത്രൻ നല്ല രസം ഉണ്ടായിരുന്നു. ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് നല്ല സീൻസ് അതാണ് പുള്ളിക്കുള്ളത്. കുറെ കൗണ്ടറുകൾ പുള്ളിയുടെ വകയുണ്ട്. തിയേറ്ററിൽ കയ്യടി കിട്ടിയ മെയിൻ ആയിട്ടുള്ള ഒരു ഡയലോഗും പുള്ളിയുടെ ആയിരുന്നു. പിന്നെ വിജയ് ബാബു, സുധീഷ്, അജു വർഗീസ് എന്നിവരും കൊള്ളാം. അതുപോലെ ഹാഷിറിന്റെ കാമുകിയായിട്ട് വരുന്നത് ഏഞ്ചൽ മരിയ എന്ന നടിയാണ്, കൊള്ളാമായിരുന്നു. അതുപോലെ അമീൻ, നിഹാൽ, നിസാം എന്നിവർക്കും മോശമല്ലാത്ത ചെറിയ റോളുകൾ പടത്തിലുണ്ട്. കുടശനാട് കനകം, ആരാധ്യ സായി, വേദ ശങ്കർ തുടങ്ങിയവരും സിനിമയിലുണ്ട്. ടെക്നിക്കൽ സൈഡിലും പടം നല്ലതാണ്. അഖിൽ ലൈലാസുരനാണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. കണ്ണൻ മോഹനാണ് എഡിറ്റിംഗ്. പടം കേരളത്തിൽ മാത്രമല്ല ദുബായിലും ജോർജിയയിലും കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ എങ്കിലും വിദേശ പോർഷൻസ് കൊള്ളാം. അത് പറഞ്ഞപ്പോഴാ വിദേശത്ത് പല ജോലികളിൽ വരുന്ന ഒരു ക്യാരക്ടർ, അത് രസമുണ്ടായിരുന്നു. ചിരിവുണ്ട്, അതേസമയം അതിന് വേറൊരു ഡയമെൻഷൻ കൊടുത്തത് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക്, ഇലക്ട്രോണിക്കലി ഉൾപ്പെടെ കുറെ ആൾക്കാർ ചേർന്നാണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഫസ്റ്റ് പാർട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് പാർട്ടിലുള്ള കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ ഭാഗത്തെ 2 മെയിൻ സോങ്സ് ഇതിൽ ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എ ടീമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൈസാണ്. പ്രത്യേകിച്ച് തുടക്കത്തിലെ ഒരു 80s വൈബൊക്കെ നൽകുന്ന, പണ്ട് ശ്യാം സാറൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ ഒരു സംഭവം, അത് നൈസായിരുന്നു. ഇതിൽ ആകെ എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്ന ആ ഒരു പാട്ടാണ്. ആ പാട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പാട്ടിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ 2 വാഴ സിനിമകളാണെങ്കിലും കോമഡി
കോമഡിയും തമാശയും ഒപ്പം തന്നെ ഫാമിലി ഡ്രാമ, ഇമോഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകളാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോടൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഇമോഷണൽ ആക്കാനുള്ള ശ്രമമാണ് രണ്ട് സിനിമകളിലും ചെയ്യാറുള്ളത്. ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ ഇമോഷണൽ പോർഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. സോ ഒരല്പം മെലോ ഡ്രാമ കൂടുതലാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇമോഷണലി കഥയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ എനിക്ക് പേഴ്സണലി അത് ഓവറായിട്ട് ഫീൽ ചെയ്തേയില്ല. ഇമോഷൻസ് കൃത്യമായിട്ട് എനിക്ക് കൺവേ ആയിരുന്നു. പിന്നെ പടത്തിന്റെ ലെങ്ത് ഇച്ചിരി കൂടുതലാണ്. നമുക്ക് അത്രയും മുഷിപ്പൊന്നും വരില്ലെങ്കിലും വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറയ്ക്കാമായിരുന്നു തോന്നി. മൊത്തത്തിൽ നല്ലൊരു പടം, ഒരു വർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തീർച്ചയായിട്ടും ഒരു ഫുൾ ക്രൗഡിനൊപ്പം തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ഇത് OTT ഒന്നും വരുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് സുഖം വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ സ്കൂൾ കോളേജ് കുട്ടികളുടെ ഒപ്പം ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വൈബായിരിക്കും. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകൾ കാണാം. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.